മസ്തിഷ്കം. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം. നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് മസ്തിഷ്കം. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 to 1.4 kg ആണ്. അതായത് 1300 to 1400 ഗ്രാം. 1.3 to 1.4 kg ആണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സ്. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മമാണ് സ്കാൾപ്പ്. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം സ്കാൾപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ ക്രേനിയം. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം സ്കാൾപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ ക്രേനിയം. കപാലത്തിൽ 8 അസ്ഥികളാണുള്ളത്. കപാലത്തിൽ 8 അസ്ഥികളാണുള്ളത്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കമാണ്. നാഡീവ്യവസ്ഥയിലെ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗവും മസ്തിഷ്കം തന്നെയാണ്. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം 1.3 to 1.4 kg ആണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. തലയോട്ടിയിലുള്ള കട്ടിയുള്ള ചർമ്മം സ്കാൽപ്പ്. തലച്ചോറിനെ സംരക്ഷിക്കുന്ന അസ്ഥിപേടകം കപാലം അല്ലെങ്കിൽ ക്രേനിയം. മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാകുന്ന പ്രായം 8 വയസ്സാണ്. കപാലത്തിലെ അസ്ഥികൾ 8 ആണ്. കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രേനിയോളജി. മസ്തിഷ്കം, സുഷുമ്ന എന്നിവയെ പൊതിഞ്ഞു കാണുന്ന 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. മസ്തിഷ്കം, സുഷുമ്ന ഇവയെ രണ്ടിനെയും പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ആവരണമാണ് മെനിഞ്ചസ്. ഇത് 3 സ്തരപാളികളുള്ള ആവരണമാണ്. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്തരമാണ് ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്തരം ഡ്യൂറാമേറ്റർ. 3 സ്തരങ്ങളുണ്ടല്ലോ, 3 സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ്. മെനിഞ്ചസിൻ്റെ ബാഹ്യസ്തരമാണ് ഡ്യൂറാമേറ്റർ. മെനിഞ്ചസിൻ്റെ മധ്യസ്തരമാണ് അരക്കനോയിഡ്. മെനിഞ്ചസിൻ്റെ ആന്തരസ്തരം പയാമേറ്റർ. അപ്പോൾ മെനിഞ്ചസിൻ്റെ ബാഹ്യസ്തരം ഡ്യൂറാമേറ്റർ, മെനിഞ്ചസിൻ്റെ ആന്തരസ്തരം പയാമേറ്റർ, മെനിഞ്ചസിൻ്റെ മധ്യസ്തരം അരക്കനോയിഡ്. മസ്തിഷ്ക കലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതാണ് പയാമേറ്റർ. ആന്തരസ്തരമാണല്ലോ, മെനിഞ്ചസിൻ്റെ ആന്തരസ്തരമാണ് പയാമേറ്റർ. മസ്തിഷ്ക കലകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ പയാമേറ്റർ ആന്തരസ്തരമാണ്, മസ്തിഷ്ക കലകളോട് ചേർന്നിരിക്കുമല്ലോ. ഇനി സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും പിന്നെ ആന്തരപാളികളിലൊക്കെ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം. ഇവ രക്തത്തിൽ നിന്നും രൂപപ്പെടുകയും തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ സെറിബ്രോസ്പൈനൽ ദ്രവം എവിടെയാണ്? മെനിഞ്ചസിൻ്റെ മസ്തിഷ്ക അറകളിലും ആന്തരപാളികളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ്. ഇവ രക്തത്തിൽ നിന്നും തന്നെയാണ് രൂപപ്പെടുന്നത്, തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുകയും മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുകയും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നത് സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്ക കലകൾക്ക് പോഷകഘടകങ്ങളും ഓക്സിജനൊക്കെ നൽകുന്നതും പിന്നെ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നതും മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതുമെല്ലാം ഈ സെറിബ്രോസ്പൈനൽ ദ്രവമാണ്. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബ്രം തന്നെയാണ്. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഭാഗമായ സെറിബ്രത്തെക്കുറിച്ച് ഉള്ള ശരിയായ പ്രസ്താവനകൾ: ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം. ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. അത് രണ്ടുമാണ്. ഇനി മസ്തിഷ്കത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രം, സെറിബെല്ലം, മെഡുല ഒബ്ലോങ്കേറ്റ, തലാമസ്, ഹൈപ്പോതലാമസ്. സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം.
ധാരാളം ചുളിവുകളും മടക്കുകളൊക്കെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം എന്നിവയുമായൊക്കെ ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ്. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഇന്ദ്രിയാനുഭവങ്ങൾ, അതായത് കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, ചൂട് എന്നിവയെക്കുറിച്ചുള്ള ബോധം ഉളവാക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള ബാഹ്യഭാഗമാണ് കോർട്ടക്സ് എന്നറിയപ്പെടുന്നത്. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറമുള്ള ആന്തരഭാഗം മെഡുല. സെറിബ്രത്തിൻ്റെ ചാരനിറത്തിലുള്ള ബാഹ്യഭാഗം കോർട്ടക്സ്. സെറിബ്രത്തിൻ്റെ വെളുത്ത നിറത്തിലുള്ള ആന്തരഭാഗമാണ് മെഡുല. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ്. പിന്നെ ബുദ്ധി, ചിന്ത, ഭാവന, വിവേചനം, ഓർമ്മ, ബോധം ഇതുമായി ബന്ധപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഭാഗമാണ്. സെറിബ്രത്തിൻ്റെ ബാഹ്യഭാഗം കോർട്ടക്സ് ചാരനിറത്തിൽ കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ആന്തരഭാഗം മെഡുല, അത് വെളുത്ത നിറത്തിൽ കാണപ്പെടുന്നു. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകലയാണ് കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത് വലത് അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീകല കോർപ്പസ് കലോസം. സെറിബ്രത്തിൻ്റെ ഇടത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ വലതുഭാഗത്തെയാണ്. സെറിബ്രത്തിൻ്റെ വലത്തെ അർദ്ധഗോളം നിയന്ത്രിക്കുന്നത് ശരീരത്തിൻ്റെ ഇടതുഭാഗത്തെയാണ്. ഇനി സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. അപ്പോൾ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കാസ് ഏരിയ. പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിൽ തെളിയാൻ സഹായിക്കുന്ന സെറിബ്രത്തിലെ ഭാഗമാണ് വെർണിക്സ് ഏരിയ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത് സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാലും സെറിബെല്ലമാണ്. കാരണം സെറിബെല്ലമാണല്ലോ ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്നത്. അപ്പോൾ മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലമാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബെല്ലമാണ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന സെറിബെല്ലാണല്ലോ. അപ്പോൾ മദ്യവും പേശി പ്രവർത്തനങ്ങൾ ഇതൊക്കെ ചലനവുമായി ബന്ധപ്പെട്ടാണല്ലോ. കാരണം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ബാലൻസ് തുലനാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ അതൊക്കെ ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ സെറിബെല്ലാണ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാലും സെറിബെല്ലമാണ്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ്, ഏറ്റവും വലിയ ഭാഗം സെറിബ്രമാണ്. രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് ഈ സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാണ് സെറിബെല്ലം. ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലാണ്. സെറിബ്രം എന്ന് വെച്ചാൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബ്രം. ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിലനിർത്തുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏതാണ്? സെറിബെല്ലം. ഈ മദ്യം എങ്ങനെയാണ് ബാധിക്കുന്നത്? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. അപ്പോൾ ശരീരത്തിൽ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് ഉയർന്ന അളവ് ഉണ്ടാവുമ്പോൾ അത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കും. അങ്ങനെ ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിന് അത് തടസ്സമാവും. അപ്പോൾ മദ്യം മസ്തിഷ്കത്തിലുള്ള ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു, സ്പീഡാക്കുന്നു. അപ്പോൾ അത് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു.
അങ്ങനെ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഉചിത സമയത്ത് തന്നെ എടുക്കാനായിട്ട് തടസ്സമാവുന്നു. ഇനി ശരീരത്തിന്റെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. തലച്ചോറിന്റെ ഏതു ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത്? മെഡുലയാണ്. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുലയാണ്. സെറിബ്രത്തിന്റെ ചുവടെ സെറിബെല്ലത്തിനോട് ചേർന്ന്, സെറിബെല്ലം എങ്ങനെയാണ്? സെറിബ്രത്തിന്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഈ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. സെറിബെല്ലത്തിനോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്, അതായത് ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഇതൊക്കെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ഛർദി, തുമ്മൽ, ചുമ, ഇതൊക്കെ അനൈച്ഛിക പ്രവർത്തനങ്ങളാണ്. മെഡുല ഒബ്ലോങ്കേറ്റയിൽ ഏൽക്കുന്ന ക്ഷതം പെട്ടെന്നുള്ള മരണത്തിന് കാരണമാകുന്നു. ഇനി തലാമസ്. സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. സെറിബ്രത്തിന്റെ തൊട്ട് താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്നതാണ് സെറിബ്രം. ഈ സെറിബ്രത്തിന് തൊട്ട് താഴെ കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം കൂടിയാണ് തലാമസ്. തലവേദന എന്നാലോചിച്ചാൽ മതി. തലാമസ്, വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ മാത്രം സെറിബ്രത്തിലേക്ക് അയക്കുന്ന ഭാഗമാണ് തലാമസ്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നു. പിന്നെ സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം കൂടിയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് തലാമസ് കാണപ്പെടുന്നത്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗം, തലവേദന എന്നാലോചിച്ചാൽ അത് തലാമസ് ആണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ചിട്ട് പ്രാധാന്യമുള്ളവയെ മാത്രമേ കടത്തിവിടുള്ളൂ. പിന്നെ നിദ്രാവേളയിലെ ആവേഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്തും. പിന്നെ സെറിബ്രത്തിലേക്ക് മാത്രമല്ല, സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് തലാമസ് ആണ്. ഇനി ഹൈപ്പോ തലാമസ്, അത് തലാമസിന് തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ്. സെറിബ്രത്തിന്റെ തൊട്ട് താഴെയായിട്ടാണ് തലാമസ്. തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നതാണ് ഹൈപ്പോ തലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. തലാമസ് ആണെങ്കിൽ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ്. ഹൈപ്പോ തലാമസ് ആന്തര സമസ്ഥിതി പരിപാലനത്തിൽ സഹായിക്കുന്ന പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ്. ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു. പിന്നെ വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്നു. രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ഭാഗം കൂടിയാണ് ഹൈപ്പോതലാമസ്. അപ്പോൾ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നു, ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നു, വിശപ്പ്, ദാഹം, ലൈംഗികാസക്തി, പിന്നെ രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നു. ഇതിനൊക്കെ സഹായിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ്. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രൽ അർദ്ധഗോളങ്ങളുടെ ആന്തരഭാഗങ്ങളും പിന്നെ അമിഗ്ഡല, ഹിപ്പോക്യാമ്പസ് എന്നീ ഭാഗങ്ങളും ചേർന്നുണ്ടാകുന്നത് സങ്കീർണമായ ലിംബിക ലോബ് അഥവാ ലിംബിക വ്യവസ്ഥ. അത് ലിംബിക വ്യവസ്ഥ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ലിംബിക വ്യവസ്ഥ കേട്ടോ. ലിംബിക വ്യവസ്ഥ അല്ലെങ്കിൽ സങ്കീർണമായ ലിംബിക ലോബ് അഥവാ ലിംബിക വ്യവസ്ഥ സെറിബ്രൽ അർദ്ധഗോളങ്ങളുടെ ആന്തരഭാഗങ്ങളും പിന്നെ അമിഗ്ഡല, ഹിപ്പോക്യാമ്പസ് എന്നീ ഭാഗങ്ങളും ചേർന്നുണ്ടാകുന്നതാണ് ലിംബിക വ്യവസ്ഥ. ഈ ലിംബിക വ്യവസ്ഥയുടെ ധർമ്മം എന്ന് വെച്ചാൽ ഹൈപ്പോതലാമസ് ആണല്ലോ ലൈംഗികാസക്തിയൊക്കെ നിയന്ത്രിക്കുന്നത്. ഹൈപ്പോതലാമസിനോടൊപ്പം ലിംബിക വ്യവസ്ഥയും ലൈംഗിക പെരുമാറ്റം, വൈകാരിക പ്രകടനങ്ങൾ, അതായത് ഉത്കണ്ഠ, സന്തോഷം, രോഷം, ഭയം, അതൊക്കെ ഉണ്ടല്ലോ, പിന്നെ പ്രചോദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സഹായിക്കുന്നത് ലിംബിക വ്യവസ്ഥയാണ്. അപ്പോൾ ലിംബിക വ്യവസ്ഥ എന്ന് വെച്ചാൽ സെറിബ്രൽ അർദ്ധഗോളങ്ങളുടെ ആന്തരഭാഗങ്ങളും പിന്നെ അമിഗ്ഡല, ഹിപ്പോക്യാമ്പസ് എന്നീ ഭാഗങ്ങളും ചേർന്നുണ്ടാകുന്നതാണ് ലിംബിക വ്യവസ്ഥ അല്ലെങ്കിൽ ലിംബിക ലോബ്. അപ്പോൾ ഇതിൻ്റെ ധർമ്മം ഹൈപ്പോതലാമസിനോടൊപ്പം ചേർന്ന് ലൈംഗിക പെരുമാറ്റം, വൈകാരിക പ്രകടനങ്ങൾ, അതായത് ഉത്കണ്ഠ, സന്തോഷം, ദേഷ്യം, ഭയം, അതൊക്കെ പിന്നെ പ്രചോദനം എന്നീ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സഹായിക്കുന്നു. ഇനി മെനിഞ്ചൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നതെന്ന് വെച്ചാൽ ഈസി ആയിട്ട് പറയാം, തലച്ചോറിനെയാണ്. മസ്തിഷ്കത്തിലെ സ്തരവാളിയാണ് മെനിഞ്ചസ്. അതിനുണ്ടാകുന്ന ഒരു അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെനിഞ്ചൈറ്റിസിന് കാരണമാകുന്ന സൂക്ഷ്മാണുക്കൾ
വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ, ഫംഗസ് ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന സൂക്ഷ്മാണുക്കളാണ്. വൈറസ്, ബാക്ടീരിയ, പരാദങ്ങൾ, ഫംഗസ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധന CSF പരിശോധന എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പരിശോധനയാണ്. മെനിഞ്ചൈറ്റിസ് രോഗനിർണയത്തിനുള്ള പരിശോധനയാണ് CSF പരിശോധന, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ പരിശോധന. ഇനി നമ്മൾ തലച്ചോറിനെ, അതായത് മസ്തിഷ്കത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് പെരികാർഡിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് പെരികാർഡിയം. കാർഡിയോളജി ഹൃദയ രോഗങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ, അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം. പെരികാർഡിയം ആണ് ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്നതാണ് പ്ലൂറ. ആക്സോൺ അല്ലെങ്കിൽ നാഡികളെ ആവരണം ചെയ്തിരിക്കുന്നതാണ്, ആക്സോണിനെ ആവരണം ചെയ്തിരിക്കുന്നതാണ് മയലിൻ ഷീത്ത്. നാഡികളെ ആവരണം ചെയ്തിരിക്കുന്നത് മയലിൻ ഷീത്ത്. കോശമർമ്മത്തിനെ ആവരണം ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസ് ആണല്ലോ കോശം, അപ്പോൾ അതിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ. കോശമർമ്മത്തെ ന്യൂക്ലിയർ മെംബ്രെയിൻ. കോശത്തെ ആവരണം ചെയ്തിരിക്കുന്നത് കോശാവരണം. മസ്തിഷ്കത്തെ മെനിഞ്ചസ്, അത് നമ്മൾ പഠിച്ചു. കരളിനെ പെരിറ്റോണിയം. കരളിനെ ആവരണം ചെയ്തിരിക്കുന്നതാണ് പെരിറ്റോണിയം. ഹൃദയത്തെ ആവരണം ചെയ്തിരിക്കുന്നത് പെരികാർഡിയം. ശ്വാസകോശത്തിനെ പ്ലൂറ. നാഡികളെ മയലിൻ ഷീത്ത്. കോശമർമ്മത്തിനെ ന്യൂക്ലിയർ മെംബ്രെയിൻ. കോശത്തിന് കോശാവരണം. മസ്തിഷ്കത്തിന് മെനിഞ്ചസ്. കരളിനെ പെരിറ്റോണിയം. പേശീകോശങ്ങളെ ആവരണം ചെയ്തിരിക്കുന്നത് സാർക്കോലെമാണ്. പേശീകോശങ്ങളെ ആവരണം ചെയ്തിരിക്കുന്നത് സാർക്കോലെമ. പല്ലിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഇനാമലാണ്. പല്ലിനെ ആവരണം ചെയ്തിരിക്കുന്നത് ഇനാമൽ. പേശീകോശത്തിന് സാർക്കോലെമ. ഹൃദയം പെരികാർഡിയം. ശ്വാസകോശം പ്ലൂറ. ആക്സോൺ മയലിൻ ഷീത്ത്. കോശമർമ്മം ന്യൂക്ലിയർ മെംബ്രെയിൻ. കോശം കോശാവരണം. മസ്തിഷ്കം മെനിഞ്ചസ്. കരൾ പെരിറ്റോണിയം. പേശീകോശം സാർക്കോലെമ. പല്ല് ഇനാമൽ.